ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ട് ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ട് നമ്മുടെ ആദിലയും നൂറയും കൂടി ഇരുന്നിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട്. എന്നാത്തിനെ പറ്റിയാണെന്നല്ലേ, അവരുടെ ഗെയിം തെറ്റായ ഒരു ദിശയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് രണ്ടുപേർക്കും ബോധ്യമാവുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷേട്ടനെയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്, അനീഷേട്ടനാണ് നമ്മുടെ റെഫറൻസ്. എന്ത് മണ്ടത്തരമോ എന്ത് പൊട്ടത്തരമോ ആയിക്കോട്ടെ പുള്ളി പറയുന്നത്, വിളിച്ചു പറയുന്നത്, അത് ഒറ്റയ്ക്കാണ് പുള്ളി നിന്ന് കളിക്കുന്നത്. അല്ലാതെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിന്നിട്ടോ ഒന്നുമല്ല, ഒറ്റയ്ക്കാണ് ഓരോ മണ്ടത്തരം പറയുന്നതിന്റെ കോൺസിക്വൻസും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് ശ്രമിക്കണം. ആരുടെയും കൂടെ കൂടാതെ, ഒരു ഗ്രൂപ്പിന്റെയും കൂടെ കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു കാര്യമാണ് ആദിലയും നൂറയും കൂടി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് അതിന്റെ ഒരു ക്രക്സ്. ഇവര് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഇത് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ ഇതാണ് ഇതിൻ്റെ അകത്ത് ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അനീഷേട്ടനെ കണ്ട് പഠിക്കണം. അനീഷേട്ടനാണ് ഇനി മുതൽ ആദിലയുടെയും നൂറയുടെയും റെഫറൻസ് എന്നാണ് അവർ പറയുന്നത്. ഇത് വേറൊന്നുമല്ല, അപ്പാനി ശരത്തും പിന്നെ അതേപോലെ തന്നെ ശൈത്യയും ഒക്കെ ഔട്ടായതിന്റെ ഒരു എഫക്റ്റ് ആണ് നമ്മൾ കാണുന്നത്. കാരണം രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുള്ള രണ്ട് മത്സരാർത്ഥികളാണ്. ശൈത്യയുടെ ഗെയിം കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ പോയ ഒരു ഗെയിം ആയിരുന്നു എന്ന് മാത്രം, വീക്കായി പോയതാണ് ശൈത്യ. അപ്പാനിയുടെ ഗെയിം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഗെയിം ആയിരുന്നു. അപ്പോൾ നെഗറ്റീവായി പുറത്തായതാണ്. രണ്ടുപേരും അവരുടേതായ ഒരു ആശങ്ക പങ്കുവെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവര് ഒറ്റ കണ്ടസ്റ്റന്റ് അല്ലല്ലോ, രണ്ടുപേരും ഡിഫറെന്റ് ആയി. അപ്പോൾ അതിലൂടെ പ്രത്യേകം നൂറ് പറയുന്നുണ്ട്, ഇവിടെ കേട്ടത് അവിടെ പോയി പറയരുത് എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിലത് ചെയ്യാറുള്ളതാണ്, നമ്മൾ ലൈവിലും കണ്ടിട്ടുള്ളതാണ്. നൂറ് ആ കാര്യത്തിൽ ഡീസന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നൂറ് ഇത് അതിലൂടെ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്, ഇവിടെ കേട്ട കാര്യം ബേബി അപ്പുറത്തൊന്നും പോയി പറഞ്ഞേക്കരുത്, ഗ്രൂപ്പിന്റെ കൂടെ ഒന്നും കളിച്ചേക്കരുത് എന്നുള്ള രീതിയിൽ അതിലൂടെ പറയുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. ഇതായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക്